ഞാൻ നിങ്ങളുടെ സ്വന്തം രാജി. അപ്പം എൻ്റെ മോർണിംഗ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഇനിയും പാലപ്പം ഉണ്ടാക്കി വെച്ചു. പാലപ്പം, ഗ്രീൻ പീസ് കറിയുണ്ട്, പിന്നെ നമ്മുടെ തോരൻ. ഇതെന്ത് തോരനാണെന്നറിയാമോ? മത്തങ്ങയാണ് കേട്ടോ. മത്തങ്ങയായ തോരൻ വെച്ചതാണ്. ഞങ്ങളുടെ നാട്ടിൽ മത്തങ്ങ എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിൽ ഓരോന്നല്ലേ. പിന്നെ ചോറ്, പിന്നെ നമ്മുടെ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പാലപ്പവും ഗ്രീൻ പീസ് കറിയുമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് രണ്ടുപേരും കഴിക്കുവാണ്. പിന്നെ ലഞ്ചിന് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്രീൻ പീസ് കറി. ഇവർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ ഞാൻ ഗ്രീൻ പീസ് കറി കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ സാമ്പാർ. ഇതാണ് കേട്ടോ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ. ഇതൊക്കെയാണ്. ഹായ്. അപ്പോൾ എളുപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. നമ്മുടെ പാലപ്പവും ഗ്രീൻ പീസ് കറിയും, പിന്നെ ചായ. ഞാനെന്താ പാലപ്പം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും അല്ലേ പാലപ്പം എന്ന് പറയുമ്പം. ഞങ്ങളുടെ നാട്ടിലങ്ങനെ പാലപ്പം എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മളിപ്പം ഈ അപ്പത്തിന് അരച്ച് വെക്കത്തില്ലേ, പാലപ്പം ആയിക്കോട്ടെ വെള്ളയപ്പം ആയിക്കോട്ടെ, അങ്ങനെ അരച്ച് വെക്കുമ്പം സെയിം തന്നെ. ജീരകം ഇടുന്നില്ല, പിന്നെ പാലൊഴിക്കും. കുറച്ച് പച്ച പാൽ ഇതിലോട്ട്, അതായത് പുളിച്ച് പോയി കഴിഞ്ഞിട്ട് ഈ അപ്പം ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് പാലൊഴിക്കും. അതുകൊണ്ടാണ് നമ്മളിതിനെ പാലപ്പം എന്ന് പറയുന്നത്. അങ്ങനെ എനിക്ക് പക്ഷേ ഇതിലും ഇഷ്ടം വെള്ളയപ്പം. നമ്മൾ വെള്ളയപ്പം വേറെ പറയും, പാലൊഴിക്കുന്നില്ല. വെള്ളയപ്പത്തിന് രണ്ട് സൈഡും തിരിച്ചിടുന്നു, അത് വെള്ളയപ്പം. പാലപ്പത്തിന് രണ്ട് സൈഡും തിരിച്ചിടത്തില്ല, ഒരു സൈഡ് മാത്രം. നമ്മുടെ ഇതില്ലേ, ആ പാത്രം അതിലുണ്ടാക്കുന്നേ, പാലപ്പത്തിൻ്റെ ചട്ടിയിൽ അതിൽ ഉണ്ടാക്കുന്ന പാലപ്പം. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ വേഗം കഴിച്ചിട്ട് പോട്ടെ, സമയമായി. ഈ ചായ കുടിച്ചിട്ട് കപ്പിലും ഉണ്ട് കേട്ടോ. ഈ ചായ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ചായ കുടിക്കും. ഇപ്പം ആദ്യമൊക്കെ 9 മണിക്കായിരുന്നു ഞങ്ങൾക്ക് പോകണമായിരുന്നു സ്കൂളിൽ. ഇപ്പം സ്കൂൾ ഇതല്ലേ, നമ്മുടെ അഡ്മിഷൻ നടക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് അഡ്മിഷൻ്റെ തിരക്കും കാര്യങ്ങളുമാണ്. ഇപ്പം ഇച്ചിരി കൂടെ സമയം നമുക്കുണ്ട്. 9:30 പോയാൽ മതി. ഇപ്പം സ്കൂൾ തുറന്നു കഴിയുമ്പോൾ പിന്നെ 8:45 ആകുമ്പോൾ പോകണം. അതാണ്. അപ്പോൾ ബൈ ബൈ. എളുപ്പം കഴിക്കട്ടെ കേട്ടോ. ഭയങ്കര വെയിലാണ് ഇവിടെ, ചൂട് കൂടുതലാണ്.